അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിദ്അത്തുമായി ബന്ധപ്പെട്ട് അത് നല്ല ബിദ്അത്ത്, അതേപോലെ തന്നെ ചീത്ത ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ, കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞ ആ ദലാലത്തായ ബിദ്അത്തിനെ ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി നടത്തിയതായി കാണാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരത്തിയ തെറ്റിദ്ധാരണക്കുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഈ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ദീന്, ആ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള മഹാ തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പറയുന്നത്, ദീനിന്റെ ഒരു കാര്യത്തിന് എതിര് വന്നില്ലെങ്കിൽ അത് എന്താണ്? ബിദ്അത്തുൻ ഹസനാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിന്റെ വഹിയില്ലാതെ ദീനിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കുവാൻ റസൂലുള്ളാഹിക്ക് പോലും അധികാരമില്ല. നമുക്ക് കാണാം, മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുവാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ വഹി അതിനില്ല ഉമറെ എന്നാണ്. അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്ന ആയത്ത് എന്ന വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങുന്നത്. അങ്ങനെയാണ് അവിടെ വെച്ചുകൊണ്ടുള്ള നമസ്കാരം റസൂൽ നിർവഹിച്ചത്. മഖാം ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിർവഹിക്കുവാൻ പറയുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. നമസ്കരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട സ്ഥലമാണെങ്കിലോ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലവുമാണ്. എന്നിട്ടും റസൂലുള്ള 2 റക്അത്ത് നമസ്കരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? സുന്നത്താണ് ആ നമസ്കാരം. ഇന്ന് ചില സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, 100 റക്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, തസ്ബീഹ് നമസ്കാരം ഉണ്ടാക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ മഖാം ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുവാനുള്ള അധികാരം എനിക്കില്ല, അങ്ങനെ ഒരു നിയമം ദീനിൽ ഉണ്ടാക്കുവാൻ എനിക്ക് പോലും അവകാശമില്ല ഉമറെ, അതിന് അള്ളാഹുവിന്റെ വഹി വേണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല, കിബിലയുടെ മാറ്റം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത് നമസ്കരിച്ചത്. അത് കഅബയിലേക്ക് തിരിക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ജൂതന്മാര് വരെ കളിയാക്കുകയും ക്രിസ്ത്യാനികളും ജൂതന്മാരും കളിയാക്കുക പോലും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണല്ലോ നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിന്റെ സ്വന്തമായ ഇഷ്ടപ്രകാരം കഅബയിലേക്ക് തിരിയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അത് നല്ലതല്ലേ? കഅബയിലേക്ക് തിരിഞ്ഞാൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും, മുസ്ലിങ്ങളാകും, അങ്ങനെയുള്ള ഗുണം കിട്ടുമല്ലോ എന്ന് കരുതി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ടാ ചെയ്യാത്തത്? അള്ളാഹുവിന്റെ വഹി ഇല്ലാത്തത് കൊണ്ടാണ്. നല്ലതാണെന്ന് കരുതി ദീനിൽ എന്തെങ്കിലും ഉണ്ടാക്കുവാൻ റസൂലുള്ളാഹിക്ക് പോലും അധികാരമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തറാവീഹ് നമസ്കാരത്തിന്റെ ഇമാമായി ഒറ്റ ഇമാമിന്റെ കീഴിലായി കൊണ്ട് നമസ്കരിച്ച ആ നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ, ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള ദിക്റുകളാണെങ്കിൽ, നമസ്കാരങ്ങളാണെങ്കിൽ, ഖുർആൻ പാരായണമാണ് എങ്കിൽ അതൊക്കെ ബിദ്അത്തുൻ ഹസനയാണ് എന്നാണ്. അങ്ങനെ ഒരിക്കലും ഇമാമിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ മിൻഹാജിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? വുദൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള പ്രാർത്ഥന, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം.
രണ്ട് കൈകൾ കഴുകുമ്പോ അല്ലാഹുമ്മ ഹ്ഫദ് യദയ്യ മആസിയക കുല്ലിഹ എന്ന പ്രാർത്ഥന ചൊല്ലുക. എന്താണ് ഈ പ്രാർത്ഥന? അല്ലാഹുവേ, രണ്ട് കൈകളെയും നിനക്ക് എതിര് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. എന്റെ കൈകൾ കൊണ്ട് ഞാൻ നിനക്ക് എതിര് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ അല്ലാ എന്ന ആ പ്രാർത്ഥന എന്താണ് ഇമാം നബവി പറയുന്നത്? ഒരിക്കലും അത് ചെല്ലാൻ പാടില്ല എന്നാണ്. ഈ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമുണ്ടോ? ഇസ്ലാമിന്റെ ഏത് അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമാണ് ഈ പ്രാർത്ഥന? ഒരിക്കലുമല്ല. ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമല്ല. ഇനി അടുത്ത പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന പ്രാർത്ഥനയാണ്. എന്താണ്? വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് ശുക്ർ ചെയ്യുവാനും അതേപോലെ തന്നെ നിനക്ക് നന്ദി കാണിക്കുവാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. ഈ കാര്യത്തെക്കുറിച്ച് മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിൻഹാജിൽ പറയുന്നത്, ഹദഫ്തു ദുആഉൽ അലാഇ ഇദാ ലാ അസ്ല ലഹു. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കണമെന്നാണ് മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ല പറയുന്നത്. കണ്ടോ എന്റെ പ്രിയപ്പെട്ട സിംസാർ അൽ ഹഖ് ഹുദവി, മനസ്സിലാക്കണം, ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹുവിന്റെ ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ വിരുദ്ധമായ ദുആ അല്ല, റസൂലുള്ളാഹിന്റെ ഏതെങ്കിലും ഹദീസിന് വിരുദ്ധമായ ദുആ അല്ല ഇവിടെ നടത്തുന്നത്. മറിച്ച് കൈ കഴുകുമ്പോ ഇങ്ങനെ ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ വായിലേക്ക് വെള്ളം കൊപ്പിളിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം നവവി പറഞ്ഞത് ഹദഫ്തു ദുആഉൽ അലാഇ ഇദ് ലാ അസ്ല ലഹു. അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിന് അസിലില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതിന് ഹദീസില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഫീ കുതുബിൽ ഹദീസ്, അതിൽ യാതൊരു ഹദീസും ഇതിൽ എന്ത് വന്നിട്ടില്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണമായി മഹാനായ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുക്തിയിൽ വളരെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഈ രീതിയിൽ ബിദ്അത്തിനെ വെള്ളപൂശുവാൻ ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്റിനെയും അതേപോലെ തന്നെ സ്വലാത്തിനെയും മൗലൂദ് ആഘോഷത്തെയും മറ്റ് കാര്യങ്ങളെയും ഒക്കെ വെള്ളപൂശുവാൻ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സിംസാർ അൽ ഹഖ് ഹുദവി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നമസ്കരിച്ചത് എന്താണ്? വഖൗലുഹു ഉമറു ഫി തറാവീഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഫതാവൽ ഹദീസിയയിൽ വിശദീകരിക്കുന്നതായി കാണാം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. തറാവീഹ് അങ്ങനെ ക്രോഡീകരിക്കാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നു. അത് ബിദ്അത്ത് എന്ന് പറഞ്ഞത് സാങ്കേതികമായി അഥവാ മതത്തിൽ പരിഗണിക്കപ്പെടുന്ന ബിദ്അത്തല്ല. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞ ബിദ്അത്തിനെ ഹസനായി ലോകത്ത് ഒരു ഇമാമും പരിചയപ്പെടുത്തിയിട്ടില്ല. അതേ സ്ഥാനത്ത് ലഉവിയായി സാങ്കേതികമായി ഭൗതികമായി അതിനെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. 5ഓളം അഭിപ്രായങ്ങൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവര് ഈ പറയുന്ന ബിദ്അത്തിനെ കുറിച്ചല്ല. ഹൈതമി ഇമാം പറയുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നല്ല ബിദ്അത്തെന്ന് സംഘടിത തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഭാഷാപരമായ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മതപരമായ നിലക്കല്ല. അതിന് മതപരമായ നിലനിൽപ്പില്ല. കാരണം മതത്തിൽ ബിദ്അത്തുകൾ നിർമ്മിക്കൽ ദുർമാർഗമാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഭാഷാപരമാണ്, മതപരമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു പണ്ഡിതന്മാരിൽ ചിലർ ബിദ്അത്തിനെ നല്ലതും ചീത്തയുമായി ഭാഗിച്ചിട്ടുള്ളത് ഭാഷാപരമായി ലഅ്വിയായ നിലക്ക് മാത്രമാണ്. എല്ലാ ബിദ്അത്തും ദുർമാർഗമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന്റെ മതപരമായ വശമാണ് പരിഗണിച്ചത്, നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു സഹാബിമാരും അവരെ നന്മയിൽ പിൻപറ്റിയവരും 5 നേരത്തെ നമസ്കാരമല്ലാതെ പെരുന്നാൾ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കുന്നതിനെ നിഷേധിച്ചിരിക്കുന്നു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിരോധിക്കാതിരുന്നിട്ടും
അതുപോലെ തവാഫിന്റെ സന്ദർഭത്തിൽ ഷാമി സ്തൂപങ്ങൾ ചുംബിക്കുന്നതിനെ അവർ വെറുത്തു. സഫാ മർവക്കടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സഫാ മർവക്കടയിൽ സഈ ചെയ്ത ശേഷം തവാഫിന്റെ ശേഷം നമസ്കരിക്കുന്നതിന്റെ മേൽ ഖിയാസ് ചെയ്ത് നമസ്കരിക്കുന്നതിനെയും അവർ വെറുത്തു. ഇവിടെ നമസ്കാരത്തെയാണ് വെറുക്കുന്നത്. എന്തുകൊണ്ടാ വെറുത്തത്? വസഫാ വൽ മർവ ഖിയാസ് അല തവാഫ്, ഇതിനെ ഖിയാസ് ആക്കിക്കൊണ്ട് അങ്ങനെ തവാഫ് ചെയ്ത് അങ്ങനെ നമസ്കരിക്കുന്നതിനെ, ഇങ്ങനെയുള്ള ഖിയാസിനെ പണ്ഡിതന്മാർ ഹൈതമി ഇമാം എതിർക്കുകയാണ്, വെറുക്കുകയാണ്. അതിനുള്ള കാരണം എന്താ? ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. നമസ്കാരത്തിന് അടിസ്ഥാനമില്ലേ? നമസ്കാരത്തിന് അടിസ്ഥാനമുണ്ട്. ദിക്റിന് അടിസ്ഥാനമില്ലേ? ദിക്റിന് അടിസ്ഥാനമുണ്ട്. ദുആഇന് അടിസ്ഥാനമില്ലേ? ദുആഇന് അടിസ്ഥാനമുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ലാ അസ്ല ലഹു എന്ന് പറഞ്ഞുകൊണ്ട് അതിനടിസ്ഥാനമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. നമസ്കാരത്തിന് ശേഷം എല്ലാവരും കൂട്ടമായി യാസീൻ ഓതുന്നു, എന്നിട്ട് പറയുന്നു ഈ യാസീൻ നല്ലതാണ്, നല്ല ഒരു സംഗതിയാണ്, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുകയാണ്. പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ള കാണിക്കാത്ത ഒരു സംഗതി കാണിച്ച് ഇത് ദീനിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇമാൻ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം ദീനിൽ ഉള്ള ബിദ്അത്ത്, ഭാഷാപരമായ ബിദ്അത്ത് അത് നല്ല കാര്യമാണ്, നല്ല ഒരു സംഗതിയാണ് എന്നൊക്കെ പറയാം. പക്ഷേ ദീനിൽ ശറഇൽ നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഇല്ല. ഖുർആൻ ക്രോഡീകരണം റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ നടന്നതാ. അതിനെ രണ്ട് ചട്ടക്കുള്ളിലാക്കുക എന്നുള്ളത് ഭാഷാപരമായ ബിദ്അത്താണ്. അതേപോലെ തന്നെ തറാവീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നതാ, സംഘടിതമായ നമസ്കാരം. അതിനെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതിനെ സംഘടിത രൂപമുണ്ടാക്കി എന്നുള്ളത് ബിദ്അത്ത് എന്ന് പറഞ്ഞത് ദീനീപരമായ ബിദ്അത്തല്ല, മറിച്ച് അത് ഭാഷാപരമായ ബിദ്അത്ത്. ഇത് ഞങ്ങളല്ല പറയുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയ്യ 240-ാമത്തെ പേജിലാണ് ഇത് കൃത്യമായി പറയുന്നത്. ഭാഷാപരമായ ബിദ്അത്തിനെ നല്ല ബിദ്അത്ത് എന്ന് പറയും, അതേപോലെ തന്നെ ചീത്ത ബിദ്അത്ത് എന്ന് പറയും. എന്നാൽ ദീനിൽ അഥവാ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദത്തിൽ വരുന്ന ബിദ്അത്ത്, ആ ബിദ്അത്ത് കുല്ലുഹും ഫിന്നാർ, അത് എല്ലാം നരകത്തിലേക്ക് ഉള്ളതാണ്, എല്ലാം നരകത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ നല്ല ബിദ്അത്ത് എന്ന ഒരു വേർതിരിവ് പണ്ഡിത ലോകം നടത്തിയതായി നമുക്ക് കാണുക സാധ്യമല്ല. പരിശോധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.